ഹായ്, എല്ലാവർക്കും നെയ്യാർ എക്സ്പ്രസ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് 72ാമത് നാഷണൽ ഫിലിം അവാർഡുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇനി വരുന്ന എക്സാമിന് തീർച്ചയായിട്ടും നമ്മളോട് ഇതിനകത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് മികച്ച നടനാര്, മികച്ച ഗായികയാര് എന്നുള്ളതാണ്. കാരണം 72ാമത് നാഷണൽ ഫിലിം അവാർഡ് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡ് തന്നെയായിരുന്നു എന്നുള്ളതാണ്. 2024 ജാനുവരി മാസം 1 മുതൽ 2024 ഡിസംബർ മാസം 31 വരെ സെൻസർ ചെയ്ത സിനിമകളെയാണ് 2026 അവാർഡിനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ജൂറി ചെയർമാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയരാജാണ്. മലയാള സംവിധായകനായ ജയരാജ് തന്നെയായിരുന്നു ഇപ്രാവശ്യം ജൂറി ചെയർമാനായിട്ട് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ചോദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കി വെച്ചോളാം. അപ്പോൾ 2024 സെൻസർ ചെയ്ത ചിത്രങ്ങളെയാണ് 2026 പരിഗണിച്ചിരിക്കുന്നു. ജൂറി ചെയർമാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയരാജാണ്. അല്ലെ, സുരേഷ് ഗോപിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്ത കളിയാട്ടം ചിത്രം, അല്ലെ, കളിയാട്ടം ചിത്രം സംവിധാനം ചെയ്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആ പുള്ളിയാണ്, ജയരാജാണ്. ഇപ്രാവശ്യം മികച്ച നടൻ 2 പേര് തിരഞ്ഞെടുത്തു. അതിലൊന്ന് നമ്മുടെ സ്വന്തം മമ്മൂട്ടി, മറ്റൊന്ന് കാർത്തിക് ആര്യൻ. മമ്മൂട്ടി ഏതാണ് ചിത്രമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഭ്രമയുഗമാണ്. കാർത്തിക് ആര്യൻ ഏതാണ് ചിത്രമെന്ന് ചോദിക്കുകയാണെങ്കിൽ ചന്തു ചാമ്പ്യനാണ്. അല്ലെ, നമുക്കറിയാം ഇതോടുകൂടി ഏറ്റവും കൂടുതൽ ദേശീയ പുരസ്കാരം മികച്ച നടനുള്ളത് മമ്മൂട്ടി സ്വന്തമാക്കിയിരിക്കുന്നു 4 തവണ. മലയാളത്തിൽ നിന്നാണ് 4 തവണ. അങ്ങനെ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം എന്ന് പറയുന്ന ചിത്രത്തിന്റെ അഭിനയത്തിലൂടെ മമ്മൂട്ടി മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും അദ്ദേഹം നേടിയിരുന്നു. അപ്പോൾ ഇത് നോക്കി വെച്ചോളുക. മമ്മൂട്ടി എത്ര തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ 4 തവണയാണ്. നമുക്ക് ആ വർഷങ്ങൾ ഏതൊക്കെ ചിത്രങ്ങൾ എന്നുകൂടി എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളുക. നാം നോക്കിക്കോ, 4 ചിത്രങ്ങളാണ്. 1989 2 ചിത്രങ്ങൾ, മതിലുകൾ, വടക്കൻ വീരഗാഥ. 93 പൊന്നന്മാട വിധേയൻ. 98 ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ. 2024 ഭ്രമയുഗം. നോക്കൂ, 6 ചിത്രങ്ങൾ ചേർത്ത്, അല്ലെ, 6 ചിത്രങ്ങൾ 4 തവണ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദേശീയ പുരസ്കാരങ്ങൾ ഇതോടൊപ്പം അമിതാഭ് ബച്ചനും മമ്മൂട്ടിയുമാണ്. എത്ര തവണ അമിതാഭ് ബച്ചന് ലഭിച്ചു എന്ന് ചോദിച്ചാൽ 4 തവണ. മമ്മൂട്ടിക്ക് എത്ര തവണ എന്ന് ചോദിച്ചാൽ എത്രയാണ്, 4 തവണയാണ്. മലയാളത്തിൽ നിന്നും ഏറ്റവും കൂടുതൽ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മികച്ച നടനുള്ള ലഭിച്ചതും ആര് തന്നെയാണ്, മമ്മൂട്ടി തന്നെയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും ഏറ്റവും കൂടുതൽ തവണ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ മലയാളി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ മമ്മൂട്ടിയാണ്. നോക്കി വെച്ചോളുക. ഇനി മികച്ച നടി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന ചിത്രത്തിന്റെ അഭിനയത്തിന് യാമി ഗൗതം മികച്ച നടിയായി. മികച്ച നടി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ യാമി ഗൗതമാണ്. ഏതാണ് ചിത്രം എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 370. ഈ ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന ചിത്രമാണ് ഇപ്രാവശ്യത്തെ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത്. ഇപ്രാവശ്യത്തെ മികച്ച ചിത്രം എന്ന് ചോദിച്ചാൽ ഏതാണ്, ആർട്ടിക്കിൾ 370 തന്നെയാണ്. ഇനി മികച്ച സഹനടനാണ്. മികച്ച സഹനടൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ സഞ്ജയ് മിശ്രയാണ്. ഭക്ഷക എന്ന് പറയുന്ന സിനിമയുടെ അഭിനയത്തിന് സഞ്ജയ് മിശ്ര മികച്ച സഹനടനായി. മികച്ച സഹനടികൾ ഇപ്രാവശ്യവും 2 പേർക്കാണ്. ഒന്ന് രൂപശ്രീ വർക്കടി, മറ്റൊന്ന് സചന നമിദാസ്. മിഥ്യ എന്ന് പറയുന്ന സിനിമയുടെ അഭിനയത്തിന് രൂപശ്രീ വർക്കടി മികച്ച സഹനടിയായി. സചന നമിദാസ് മഹാരാജ എന്ന് പറയുന്ന ചിത്രത്തിന് സചന നമിദാസ് മികച്ച സഹനടിയായി. ഇനി നമ്മൾ നോക്കുന്നത് മികച്ച സംവിധായകൻ ആര് എന്നുള്ളതാണ്. അല്ലെ, അമരൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംവിധാനത്തിന് ആ ചിത്രം സംവിധാനം ചെയ്ത രാജ്കുമാർ പെരിയസ്വാമി മികച്ച സംവിധായകനാണ്. അപ്പൊ മികച്ച സംവിധായകൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്, രാജ്കുമാർ പെരിയസ്വാമിയാണ്. ഏതാണ് ചിത്രമെന്ന് ചോദിച്ചാൽ അമരനാണ്. അത് ഏത് ഭാഷയിലെ ചിത്രമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്, തമിഴാണ്. തമിഴ് ഭാഷാ ചിത്രം കൂടിയാണ് അമരൻ എന്ന് പറയുന്നത്. ഇനി മികച്ച ചിത്രം ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ മികച്ച നവാഗത സംവിധായകനാണ്. മികച്ച നവാഗത സംവിധായകൻ ചോദിക്കുകയാണെങ്കിൽ സ്വതന്ത്രവീർ സവർക്കർ എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്ത രൺദീപ് ഹൂഡയാണ്. അപ്പൊ രൺദീപ് ഹൂഡ മികച്ച നവാഗത സംവിധായകൻ. മികച്ച സംവിധായകൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ രാജ്കുമാർ പെരിയസ്വാമിയാണ്. ഏതാണ് ചിത്രം എന്ന് ചോദിക്കുകയാണെങ്കിൽ അമരൻ എന്ന് പറയുന്ന ചിത്രത്തിനാണ്. ഇനി മികച്ച ചിത്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 370 ആണ്. ആർട്ടിക്കിൾ 370 അഭിനയത്തിന് യാമി ഗൗതം മികച്ച നടിയായി. മികച്ച ചിത്രം എന്ന് ചോദിച്ചാൽ ഏതാണ്, ആർട്ടിക്കിൾ 370 ആണ്. നോക്കി വെച്ചോളുക. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റ് 1-2 പ്രധാന കാര്യങ്ങളിൽ അന്ന് പ്രത്യേക പരാമർശം, മികച്ച നടനുള്ള പ്രത്യേക പരാമർശം നേടിയിരിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ധനുഷാണ്. ഏതാണ് ചിത്രം എന്ന് ചോദിക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ മില്ലർ എന്ന് പറയുന്ന ചിത്രത്തിനാണ് ധനുഷ് മികച്ച
നടനുള്ള പ്രത്യേക പരാമർശം നേടിയിരിക്കുന്നു. ഇനി മികച്ച മലയാള ചിത്രം അല്ലേ, ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചിത്രമായിട്ട് മാറി. മികച്ച മലയാള ചിത്രം എന്ന് ചോദിച്ചാൽ ഏതാണ്? ഫെമിനിച്ചി ഫാത്തിമയാണ് മികച്ച മലയാള ചിത്രം. മികച്ച ജനപ്രിയ ചിത്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൽക്കി 2898 അല്ലെ, AD 2898 കൽക്കി എന്ന് പറയുന്ന ചിത്രം മികച്ച ജനപ്രിയ ചിത്രമാണ്. നമ്മളിവിടെ നോക്കേണ്ടത് മികച്ച മലയാള ചിത്രം എന്ന് നോക്കി വെച്ചോളുക. ഫെമിനിച്ചി ഫാത്തിമ ആര് സംവിധാനം ചെയ്തു? ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്തു. ഇനി നോക്കേണ്ടത് മികച്ച ഛായാഗ്രഹണം അല്ലെ, നമ്മുടെ സ്വന്തം മലയാളി ആയിരിക്കുന്ന ഷഹനാദ് ജലാൽ, ഭ്രമയുഗം എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ച ഷഹനാദ് ജലാൽ മികച്ച ഛായാഗ്രഹണം. മമ്മൂട്ടിയോടൊപ്പം നമ്മൾ പഠിക്കേണ്ട ഒരു വ്യക്തി ഇദ്ദേഹം കൂടിയാണ്, ഷഹനാദ് ജലാലാണ്. ഏതാണ് ചിത്രം എന്ന് ചോദിച്ചാൽ ഭ്രമയുഗമാണ്, മലയാളിയാണ്, നോക്കി വെച്ചോളുക. ഇനി നമ്മൾ നോക്കേണ്ടത് പ്രധാനപ്പെട്ട നമ്മുടെ മികച്ച ഗായിക. മികച്ച ഗായിക ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ വൈക്കം വിജയലക്ഷ്മിയാണ് അല്ലെ. മലയാളത്തിൽ നിന്നാണ് മികച്ച ഗായിക ഇപ്രാവശ്യം ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മികച്ച ഗായിക ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ വൈക്കം വിജയലക്ഷ്മിയാണ്. ഏതാണ് ചിത്രം എന്ന് ചോദിക്കുകയാണെങ്കിൽ ARM ആണ് അല്ലെ. അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ചിത്രത്തിലെ ആലാപനത്തിന് വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി. അതോടൊപ്പം നമ്മൾ നോക്കുന്നു മികച്ച ഗായകൻ. മികച്ച ഗായകൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അഭയ് ജോധ്പുക്കറാണ് മികച്ച ഗായകൻ. ഏതാണ് ചിത്രം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹരത് ഗണപതി എന്ന് പറയുന്ന ചിത്രത്തിൽ ദൗചാസി ഗൗരി മാസി എന്ന് പറയുന്ന ഒരു ഗാനമാണ് അദ്ദേഹം ആലപിച്ചിരിക്കുന്നു. സോ അതിൽ ആർക്കായിരുന്നു മികച്ച ഗായകനായി? അഭയ് ജോധ്പുക്കർ മികച്ച ഗായകനായി. നമുക്കിവിടെ പ്രധാനം വൈക്കം വിജയലക്ഷ്മി തന്നെയാണ് മികച്ച ഗായിക ആരെന്ന് ചോദിക്കാം. 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഗായിക ആരെന്ന് ചോദിച്ചാൽ ആരാണ്? വൈക്കം വിജയലക്ഷ്മിയാണ് മികച്ച ഗായിക. പ്രൊഡക്ഷൻ ഡിസൈനർ അല്ലെ, കൽക്കി എന്ന് പറയുന്ന ചിത്രത്തിലെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തതിന് നിതിൻ സിഹാനി ചൗധരി മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ ആയിട്ട് മാറി. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ ആരെന്ന് ചോദിച്ചാൽ നിതിൻ സിഹാനി ചൗധരിയാണ് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ. ഏതാണ് ചിത്രം എന്ന് ചോദിക്കുക, ഏതാണ് ചിത്രം? കൽക്കി. ഇനി നമ്മൾ രണ്ടുപേരെ ഒന്ന് അറിഞ്ഞിരിക്കുക. മികച്ച കോസ്റ്റ്യൂം ഡിസൈനർ. മികച്ച കോസ്റ്റ്യൂം ഡിസൈനർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ദീപാലി നൂറും ശീതൽ ശർമ്മയുമാണ്. ഏതാണ് ചിത്രം എന്ന് ചോദിക്കുകയാണെങ്കിൽ പുഷ്പ എന്ന് പറയുന്ന ചിത്രത്തിന്റെ കോസ്റ്റ്യൂംസ് ഡിസൈൻ ചെയ്തതിന് ദീപാലി നൂറും ശീതൽ ശർമ്മയും മികച്ച കോസ്റ്റ്യൂം ഡിസൈനറായി. ഇനി മികച്ച എഡിറ്റിംഗ് ഏത് ചിത്രത്തിൻ്റെതാണ്? മികച്ച എഡിറ്റിംഗ് ചോദിക്കുകയാണെങ്കിൽ R കലൈവാനൻ അല്ലെ. ഏതാണ് ചിത്രം? അമരനാണ്. അമരൻ തമിഴ് ചിത്രം അല്ലെ. മികച്ച സംവിധാനം അദ്ദേഹത്തിന് കൊടുത്തൊരു ചിത്രവും ഏതാണ്? അമരൻ എന്ന് പറയുന്ന ഒരു ചിത്രമാണ്. അതിൽ എഡിറ്റിംഗ് നിർവഹിച്ച R കലൈവാനൻ മികച്ച എഡിറ്ററായി. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മികച്ച തിരക്കഥാ സംഭാഷണം അല്ലെ. മികച്ച തിരക്കഥാ സംഭാഷണം വെങ്കി അല്ലൂരിയാണ്. ഏതാണ് ചിത്രം എന്ന് ചോദിക്കുകയാണെങ്കിൽ ലക്കി ഭാസ്കർ ആണ് അല്ലെ. നമ്മുടെ മലയാള നടനായിരിക്കുന്ന മമ്മൂട്ടിയുടെ മകൻ അഭിനയിച്ചിരിക്കുന്ന അല്ലെ, ദുൽഖർ സൽമാൻ അഭിനയിച്ചിരിക്കുന്ന ലക്കി ഭാസ്കർ എന്ന് പറയുന്ന ചിത്രത്തിന് തിരക്കഥ കൈവരിച്ചതിന് വെങ്കി അല്ലൂരി മികച്ച തിരക്കഥാകൃത്തായിരിക്കുന്നു. വെങ്കി അല്ലൂരി മികച്ച തിരക്കഥാകൃത്ത്. ഇനി നമ്മൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ജൂറിയുടെ പ്രത്യേക പരാമർശം മലയാളത്തിൽ നിന്ന് നേടിയിരിക്കുന്നത് ഏതിനെന്ന് ചോദിക്കുകയാണെങ്കിൽ ഭദ്രകാളി നാടകത്തിനാണ്. പ്രത്യേക പരാമർശം നേടിയിരിക്കുന്നത് മലയാളത്തിൽ നിന്ന് ഏതിന് ലഭിച്ചിരിക്കുന്നു? ഭദ്രകാളി നാടകത്തിന് ജൂറിയുടെ പ്രത്യേക പരാമർശം. ജൂറി ചെയർമാൻ ഒന്നുകൂടി പറയുന്നു, ആരാണ്? ജയരാജാണ് ജൂറി ചെയർമാൻ. മറക്കരുത്, മലയാളിയാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നുകൂടി എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുക. ഇങ്ങനെ നോട്ട് കാര്യങ്ങളെല്ലാം നമ്മുടെ NIRCA ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് നമ്മൾ റിവിഷൻസ് കാര്യങ്ങളൊക്കെ പോകുന്നതായിരിക്കും. ഇനി ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.